ഹലോ. ആൾക്കാർക്ക് ശരിക്കും കൊളസ്ട്രോളിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. ശരിക്കും കൊളസ്ട്രോൾ എനിക്ക് അയ്യോ 210 കൊളസ്ട്രോൾ, അല്ലെങ്കിൽ എനിക്ക് 280 കൊളസ്ട്രോൾ. മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊളസ്ട്രോൾ കൂടി അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും. അയ്യോ എനിക്ക് ഇത്രയായി, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയമാണ്. ശരിക്കും കൊളസ്ട്രോളിനെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. ശരിക്കും ഒരു 300 മുകളിലൊക്കെ പോയി കഴിയുമ്പോഴാണ് ശരിക്കും കൊളസ്ട്രോളിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ആധികാരികമായിട്ട് പേടിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുന്നത് സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ കൊളസ്ട്രോളിനെ പേടിക്കേണ്ട കാര്യമില്ല. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു കാര്യമാണ്. ബേസിക്കലി നമ്മൾക്ക് സ്ട്രോക്ക് വരിക, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരിക, അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് ഹാർട്ട് ഡിസീസ് ആയിട്ട് ഹെൽത്ത്, അല്ലെങ്കിൽ നമുക്ക് രക്തക്കുഴൽ ബ്ലോക്ക് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അരിയാഹാരം കഴിക്കുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ആഹാരങ്ങൾ നമ്മൾ ശരിക്കും എങ്ങനെയാണോ അതിനെ ലൈക്ക് ഫാറ്റായിട്ട് കൺവേർട്ട് ആക്കുന്നതിന് കൂടുതൽ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫാറ്റായിട്ട് കൺവേർട്ട് ആക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഒഴിവാക്കേണ്ടത്. അതായത് നമ്മൾ ഈ അരിയാഹാരങ്ങൾ, അതായത് ഇപ്പം ചോറായിക്കോട്ടെ, അപ്പമായിക്കോട്ടെ, ഇഡലി ആയിക്കോട്ടെ, ദോശ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ രൂപങ്ങളിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇതിൻ്റെ എല്ലാം കോമൺ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കാർബ് തന്നെയാണ്. അപ്പം നിങ്ങൾ കാർബാണ് കുറയ്ക്കേണ്ടത്. അപ്പം നമ്മൾ കൂടുതലും നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ കാർബ് കുറയ്ക്കുക, നിങ്ങൾ പ്രോട്ടീൻ കൂടുതൽ ആഡ് ആയിട്ട് കഴിക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.